ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിറ്റോക്സ് ടോണിക് റെഡി ആയി കഴിഞ്ഞു. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും മീഡിയ വില്ലേജ് ടിവിയും ഹാർവസ് കാറ്ററിംഗും ചേർന്ന് ചെയ്യുന്ന ഡയറ്റ് പ്ലേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡയറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പം ഞങ്ങളിന്നിവിടെ ചെയ്യുന്നത് ഒരു ജ്യൂസാണ്. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞങ്ങൾ ചെയ്ത പല ഡിഷുകളുടെയും കൂടെ നമുക്കൊരു ജ്യൂസ്, പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പാവയ്ക്ക ജ്യൂസ് പ്രമേഹ രോഗികൾക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ നല്ലതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നതുമാണ്. പക്ഷെ അതിൽ നിന്ന് ചെറിയ വ്യത്യാസത്തോടു കൂടി ഞങ്ങളിന്ന് ചെയ്യുന്ന ഒരു ജ്യൂസാണ്. ബിറ്ററാണ്. പാവയ്ക്ക എന്ന് പറയുന്നത് ബിറ്റർ ഗാർഡ് എന്നാണ് അല്ലേ? ശരിക്കും ഇത് പറഞ്ഞാൽ ബിറ്റർ പഞ്ച് എന്നാണ് ഉള്ളത്. ബിറ്ററാണ്, പക്ഷെ ഇതൊരു പഞ്ചാണ്. അതൊരു ജ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് നമ്മൾ വെറും വയറ്റിൽ ഈ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ നല്ല ലെവലിൽ താഴേക്ക് പോരുന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബിറ്റർ പഞ്ചിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. അത് ഏത് രീതിയിൽ കഴിച്ചാലും നമുക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ജ്യൂസ് ആകുമ്പം അതിന് കുറച്ചുകൂടെ നന്നായിരിക്കും. പാവയ്ക്ക മാത്രം ഇട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബിറ്റർ ഗാർഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിനകത്തേക്ക് കുറച്ച് പുതിനയിലയുടെ ഗുണം നമുക്കറിയാമല്ലോ അല്ലേ? മിൻറ്റിനകത്ത് ധാരാളം മെന്തോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തണുപ്പ് നന്നായിട്ട് തരികയും ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ്. പിന്നെ അതുപോലെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞതാണ്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്ന ജ്യൂസ് അടിക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചിയുടെ ഔഷധ ഗുണവും പ്രമേഹ രോഗികൾക്ക് എത്രയും മാത്രം ഉണ്ടെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേങ്കിൽ വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് നാരങ്ങയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് ഉപ്പ്, വെള്ളം, തണുത്ത വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ ശകലം ഐസ് ക്യൂബ്സാണ് ചേർക്കുന്നത്. ഐസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടതാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ബിറ്റർ പഞ്ചാണെന്ന് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി എങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പാവയ്ക്ക ഞാൻ പറഞ്ഞു, പച്ച കളറിൽ കിട്ടിയാലും വെള്ള കളറിൽ കിട്ടിയാലും നല്ലതാണ്. എല്ലാത്തിനും ഔഷധ ഗുണമുണ്ട്. കാരണം ഇപ്പോൾ കിട്ടുന്ന പാവയ്ക്കയെല്ലാം നാടൻ നല്ല ഹൈബ്രിഡാണ്. നാടൻ പാവയ്ക്കയാണെങ്കിലും കുഴപ്പമില്ല, കയ്പ്പ് കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ പാവയ്ക്ക ഒരു ഫുൾ പാവയ്ക്ക വേണമെന്നൊന്നുമില്ല, നമുക്കൊരു കുറച്ചെടുത്താൽ മതി. പാവയ്ക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് വീട്ടിൽ ഇപ്പോൾ 2-3 പേർക്കൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി നല്ലതാണ്. അപ്പോൾ പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു കുടുംബത്തിലെ രാവിലത്തെ നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഒരു ജ്യൂസായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു ഇതാണ്. പ്രമേഹ രോഗികൾക്കും പ്രഷർ ഇങ്ങനെ രോഗമില്ലാത്തവർക്കുമൊക്കെ അടങ്ങിയ വളരെയധികം പോഷക സമൃദ്ധിയായിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ധാരാളമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിടുന്നത് നാരങ്ങ ഇട്ടു. അതിന് നമ്മളിടുന്നത് കുറച്ച് പുതിനയിലയാണ്. പുതിനയില ഫുള്ളായിട്ട് നമ്മൾ അരിക്കുന്നുണ്ട്. അപ്പോൾ അരിക്കുന്നതുകൊണ്ട് നമുക്ക് പുതിനയില ഫുള്ളായിട്ടാണെങ്കിലും ഇടാം. നല്ല പുതിനയില കുറച്ച് നമ്മളിട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ ഇഞ്ചിയും കുറച്ചിട്ടു. ഓപ്ഷണലാണ്. നമ്മളിതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നു, ഇടുന്നു. 2 ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ നമുക്കിടാം. മിക്സിയിൽ നിങ്ങളുടെ ഐസ് ക്യൂബ് പൊടിയുന്ന മിക്സി ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കിടാം. നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നോർമലി ഈ ജ്യൂസൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. ഫ്രൂട്ട് ജ്യൂസൊക്കെ എടുക്കുമ്പം കഴിയുന്നതും അരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഫൈബറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാവയ്ക്കയാണ്. അപ്പോൾ പാവയ്ക്കയുടെ ആ ചണ്ടിയൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടും.
ജ്യൂസ് റെഡിയാക്കി. നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് ഞാൻ ഗ്ലാസ് ബോളിൽ നിന്ന് ഒരു ജഗ്ഗിലോട്ട് മാറ്റിയാണ് ഗ്ലാസ്സിലേക്ക് പകർത്താൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അരിപ്പ പാത്രത്തിൽ നിന്ന് അരിച്ച് വീഴിക്കാൻ എളുപ്പം കൊണ്ടാണ് ഞാൻ അതിലെടുത്തത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് പാവയ്ക്ക ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ ബിറ്റർ പഞ്ച് എന്ന് പറയും. ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നമുക്ക് ഒരു ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് എടുക്കാം. പ്രമേഹ രോഗികൾക്കും മറ്റുള്ളവർക്കും കഴിയുന്നത് നമ്മളിത് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന രക്തക്കുഴലിലെ ഫാറ്റ് അടങ്ങിയിരിക്കുന്നതൊക്കെ പോകും. പിന്നെ ഇത് ഒരു ഗ്ലൻസറാണ്, നമ്മുടെ വയറ് ശുദ്ധിയാക്കി പുറത്തു കൊണ്ടുവരികയും പ്രമേഹ രോഗികൾക്ക് ഷുഗറിന് ഗ്യാരണ്ടിയാണ്. അത് സ്ഥിരമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ താഴെ വരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ളൊരു ജ്യൂസാണ് പാവയ്ക്ക ജ്യൂസ്. ഇതിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് ബിറ്റർ പഞ്ച്.